ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കണ്ടോ, ഒരു ചുവട്ടിൽ 2 വാഴ ഉണ്ടോ. ഇതെല്ലാം 2 വാഴയാണ് ഇതെല്ലാം. മാർക്കറ്റിങ്ങിന് ഇപ്രാവശ്യം പൊതുവേ വില കുറവാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് നല്ല വില കൂടി. എന്നാലും കരുവള്ളൂരെല്ലാം എത്തിയാൽ നമുക്ക് ഇവിടുന്ന് വിഷമം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നും കൊടുത്താൽ കൂടുതൽ വില കിട്ടില്ല. അപ്പം നമ്മൾ ഈ ബോർഡമിക്സ് അടിക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് കുറച്ച് വേപ്പെണ്ണ ഇങ്ങനെ കൂട്ടി ചേർത്ത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് നട്ടിട്ട് 3-ാമത്തെ വർഷം ഇത് കൊല വന്നു. കഴിഞ്ഞ വർഷം 2-ാം വർഷം തന്നെ ചെറിയ കൊല വന്നു. പക്ഷേ ഇത് അടക്ക പിടിക്കാനില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ ഇനം നമ്മൾ കുരുമുളക് ഇനങ്ങളുണ്ട് കൃഷി ചെയ്തിട്ട്? പന്നിയൂരുണ്ട്, കരിമുണ്ടുണ്ട്, മറ്റേ നാടൻപള്ളി. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വടക്കേറ്റമായ പുത്തൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സമ്മിശ്ര കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ്റെ അടുത്താണുള്ളത്, അവരുടെ കൃഷിയിടത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പരിചയപ്പെടാം. കണ്ണേട്ട, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. കുഞ്ഞിക്കണ്ണൻ എന്നാണ് പേര് അല്ലേ? കുഞ്ഞിക്കണ്ണൻ എന്നാണ് പേര്. ഇപ്പം ഇത് എന്തെല്ലാം കൃഷിയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കവുങ്ങുണ്ട്, കുരുമുളക്, തെങ്ങ്, വാഴ, കുരുമുളക് എല്ലാം ഉണ്ടല്ലേ? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കവുങ്ങുന്നോട്ടത്ത് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് ഏത് ഇനത്തെ വിട്ട കവുങ്ങ്? മോഹിത് നഗർ അല്ലേ? ഇതിപ്പോൾ കൊലക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇത് ഇപ്പം ഇപ്രാവശ്യം കുറച്ച് ഈ വർഷം 3-ാമത്തെ വർഷം കുഴച്ച്. മോഹിത് നഗർ 3-ാമത്തെ വർഷം കുഴച്ച്. അതൊക്കെ നല്ല നിറയെ കായും എല്ലാം. അപ്പോൾ നമ്മൾ ഇതിപ്പം ഒരു കൃഷി ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഇത് എത്ര അടി അകലത്തിലാണ് നട്ടിരിക്കുന്നത്? അതുപോലെ എത്ര അടി കുഴി എടുത്തിട്ട് നട്ടിരിക്കുന്നത്? 9 അടി അകലം. 9 അടി അല്ലേ? ഏകദേശം ഒരു 2.5 അടി 3 അടീൻ്റെ അടുത്ത് താഴ്ചയിൽ കുഴി എടുത്തിട്ട് ആണ് കവുങ്ങ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ തൈ നടുന്ന സമയത്ത് നമ്മൾ തന്നെ വളപ്രയോഗം ചെയ്തിരിക്കുന്നത്? നടുന്ന സമയത്ത് ഉണങ്ങിയ കാലിവളം കുമ്മായി ഇട്ടിട്ടുണ്ട്. കുമ്മായി ആദ്യം കുമ്മായിട്ട് നടുന്ന സമയത്ത് തന്നെ കുമ്മായിട്ട് കാലിവളം ഇട്ടിട്ട് നമ്മൾ ചെയ്തല്ലേ? നമ്മൾ നട്ട് നല്ല ജൈവവളമൊക്കെ ചെയ്ത് തൈ നട്ടിട്ട് പിന്നെ നമ്മൾ എത്ര ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ വളപ്രയോഗം ചെയ്യും? ആദ്യത്തെ ഒരു മാസം എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ. ഒരു മാസം വീണ്ടും ചെയ്യുന്നതൊക്കെ നമ്മൾ ജൈവവളമാണ് കൂടുതലും. അധികം ചാണകമാണ് ചെയ്യുന്നതല്ലേ? രാസവളം പൊതുവിൽ കുറവാണ് ഉപയോഗിച്ച്. ഇപ്പം എല്ലാ കൃഷിക്കാരും രാസവളത്തോട് അത്ര താല്പര്യം കാണിക്കാറില്ലല്ലേ? അപ്പോൾ നമ്മൾ ഇത് തൈ വെച്ച് അടിസ്ഥാനപരമായ എല്ലാ വളപ്രയോഗം ചെയ്ത് പിന്നീട് നമ്മൾ വർഷത്തിൽ എത്ര പ്രാവശ്യം ചെയ്യും വളം? 2 പ്രാവശ്യമാണ്. അത് ഏത് മാസങ്ങളിലൊക്കെ സാധാരണ ചെയ്യും? ആദ്യം ഫസ്റ്റ് ചെയ്യും, മഴ തുടങ്ങിയ പാടും തടലും വൃത്തിയാക്കിയിട്ട് ചെയ്യും. ഒന്ന് പിന്നെ തുലാമഴേൻ്റെ ആ ടൈം ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ അല്ലേ? അപ്പോൾ ഇത് നട്ടിട്ട് 3-ാമത്തെ വർഷം ഇത് കൊല വന്നു. കഴിഞ്ഞ വർഷം 2-ാം വർഷം തന്നെ ചെറിയ കൊല വന്നു. പക്ഷേ ഇത് അടക്ക പിടിക്കാനില്ല. ഇത് മോഹിത് നഗർ ഇനത്തിൽപ്പെട്ട കവുങ്ങാണ്. അത് നമ്മളിത് ശരിയായ നല്ല രീതിയിൽ പരിചരണവും വളപ്രയോഗവും ജലസേചനമൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് 3-ാമത്തെ വർഷം ഇതൊരു അടക്ക പിടിച്ചിരിക്കേണ്ടത്. ഇത് നോക്കിയാൽ അറിയാം, കുഴപ്പമില്ല. ഇതിപ്പോൾ മോഹിത് നഗർക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ. ആദ്യം ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 വയസ്സായി കഴിഞ്ഞാൽ നല്ല പിടുത്തമുണ്ടാവും. ആദ്യത്തെ ഇങ്ങനെയൊക്കെ വരുള്ളൂ, ടോൾ ഇനത്തിൽപ്പെട്ട കവുങ്ങായ കാരണം. പിന്നെ നമുക്ക് എന്തൊക്കെ കൃഷിയുള്ളൂ ഇവിടെ? കുരുമുളക്, വാഴയുണ്ട്, നേന്ത്രവാഴ കൃഷിയുണ്ട്. പിന്നെ കവുങ്ങിൻ്റെ മുകളിൽ എത്ര കൊല നിൽക്കും? 1, 2, 3, 4, 5, 6 കൊലയുണ്ട്. ആദ്യത്തെ വർഷം തന്നെ കൊലയിൽ പിടിച്ചിരിക്കുന്നത്. കണ്ണേട്ടൻ്റെ നേന്ത്രവാഴത്തോട്ടമാണ്. ഇപ്പോൾ ഇത് നട്ടിട്ട് എത്ര മാസമായി? ഒരു 4 മാസമായിട്ടുണ്ട്. ഈ ഇതിനിപ്പം വളമിട്ട് കുത്തി മൂടിയല്ലേ? പിന്നെ ഇതിന് തന്നെ രാസവളമല്ലേ ഉപയോഗിക്കുന്നത്? അല്ല, ഇതിന് അധികം കോഴിവളം, മറ്റേ തോല്, ചപ്പല, ഇല. കോഴിവളം നല്ലതാണോ? കോഴിവളം അന്ന് തന്നെ പരമാവധി ഉപയോഗിക്കുന്നത് ഇപ്പോൾ കോഴിവളമാണ് വാഴക്ക്. അപ്പോൾ ഈ വാഴയ്ക്ക് കോഴിവളം ഉപയോഗിക്കുമ്പോൾ എത്ര ദിവസം കൂടുമ്പം ഉപയോഗിക്കണം? അല്ല, ആദ്യം ഫസ്റ്റിൽ നമ്മൾ നടുന്ന സമയത്ത് കുമ്മായി ഇടുന്നല്ലോ. കുമ്മായി ഇട്ടിട്ട് നടുന്ന ഒരു 2 ആഴ്ച കഴിഞ്ഞ് തിരികെല്ലാം വന്നതിന് ശേഷമാണ് കോഴിവളം. അത് പിന്നെ ഇതിൻ്റെ തടക്കം കൊള്ളാണ്ട് ചുറ്റും ഇട്ടുള്ളൂ. ഈ കോഴി 3 പ്രാവശ്യം ഇട്ടുള്ളൂ ഞാൻ കോഴിവളം അല്ലേ? ഈ കോഴിവളം പൊതുവിൽ പറയപ്പെടുന്നത് അതിന് ചൂട് കൂടുതലാണ്, ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കോഴിവളം ഇട്ട് കഴിഞ്ഞാൽ നനയ്ക്ക് നല്ലോണം നനച്ചു കൊടുക്കുമായിരിക്കും അല്ലേ? നനച്ചു കൊടുക്കും. അപ്പം
അപ്പോൾ മഴക്കാലത്ത് പിന്നെ പ്രശ്നമില്ലല്ലോ. ഒരു വാഴ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 തവണ നമ്മൾ വളപ്രയോഗം നടത്തും അല്ലേ? കോഴിവളം. പിന്നെ വേറെ എന്നാ ചെയ്യുന്നത്? പച്ചിലവളം അല്ലേ? ചവറ് കുത്തിയിടും, ചവറ് എന്നൊക്കെ പറയും, കുത്തിയിടും. ഇതിപ്പം 3-4 മാസമായി അല്ലേ? ഇതിപ്പോൾ ഏകദേശം എത്ര മാസമാകുമ്പോൾ കൊല വരാൻ തുടങ്ങും? ഏകദേശം പിന്നെ 8 മാസം. 8 മാസമാകുമ്പോൾ കുലയ്ക്കാൻ തുടങ്ങും അല്ലേ? ഇപ്പോൾ ഒരു വാഴ കുലച്ച് കഴിഞ്ഞ് കൂട്ടിക്കും. ഇപ്പോൾ നമ്മൾ 8ാമത്തെ മാസം കുലച്ചു. അത് നമ്മൾ കൊല വന്നു കഴിഞ്ഞാൽ എത്ര മാസം കൊണ്ട് അത് പാകമാകും? 3 മാസം പിന്നെയും ഉണ്ടായാൽ മാത്രമേ കൊല വന്ന ശേഷം നമുക്ക് കൊല കൊത്താൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ വാഴക്ക ഇപ്പോൾ ഇതായിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിങ്ങിന് വല്ല പ്രശ്നമുണ്ടോ? മാർക്കറ്റിങ്ങിന് ഇപ്രാവശ്യം പൊതുവെ വില കുറവാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് വില കൂടി. എന്നാലും കരുവള്ളൂരെല്ലാം എത്തിയാൽ നമുക്ക് ഇവിടുന്ന് വിഷമം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നും കൊടുത്താൽ കൂടുതൽ വില കിട്ടില്ല. കരുവള്ളൂരെത്തിയാൽ പിന്നെ വില കിട്ടും. അപ്പോൾ നിങ്ങൾ കരിവള്ളൂർ എത്തിക്കാൻ നമുക്ക് സ്വന്തം വാഹനം? സ്വന്തം വാഹനമില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഏകദേശം ഒരു 6-8 കൊലയെല്ലാം ഉണ്ടാകുമ്പോഴേ കൊണ്ടുപോകാൻ കഴിയും. 1-2 കൊലയാകുമ്പോൾ ഇവിടെ അടുത്തായിട്ട് കൊടുക്കേണ്ടി വരും. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് മാർക്കറ്റിംഗ് ആണ്, അതിനുള്ള സൗകര്യങ്ങൾ. ഇപ്പോൾ നല്ല വില 60 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴക്കൃഷി. അദ്ദേഹം ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവിടെ ചേമ്പൊക്കെ ഉണ്ടോ അല്ലേ? ചേമ്പുണ്ടോ? ചേമ്പിൻ്റെ കൃഷിയുണ്ട്. ഇപ്പോൾ വരുന്ന വഴിക്കേറെ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കണ്ടോ, ഒരു ചുവട്ടിൽ 2 വാഴ ഉണ്ടോ? ഇതെല്ലാം 2 വാഴയാണ്. ഇത് എന്താ വെച്ചാൽ ആദ്യം ഒരു കൊല കൊത്തിയ ശേഷം രണ്ടാമത് അതിനകത്ത് 2 വിത്ത് നിർത്തിയിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പം 2 കൊത്തി ഇത് 3ാമത്തെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, വാഴ കൃഷിക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമുക്ക് 2-3 കൊല എടുക്കാൻ പറ്റും. അതായത് അതിൻ്റെ രീതിയെ സംരക്ഷിച്ചാൽ മാത്രം അല്ലേ? ഇതിപ്പോൾ 2 സൈഡിലേക്ക് കൊല നിർത്തി, ഇത് 2 ഒന്നിച്ച് നിർത്തിയാലും അവിടെ കുഴപ്പം അങ്ങനെ ഒത്തേച്ചൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ച് വിട്ട് വെക്കാൻ കൊല വലിപ്പം കൂടുതലുണ്ടാവും കൊലയ്ക്ക് അല്ലേ? അത് 2ാമത്തെ വാഴക്കൊല അല്ലേ? അത് 2ാമത്തെ ഉണ്ട്. 2ാമത്തെ വാഴക്കൊലയാണ് ആദ്യത്തെ അത്ര തന്നെ ഉണ്ടല്ലേ? ആദ്യത്തെ അതിനെക്കാട്ടി കുറച്ചും കൂടെ കായ് വലിപ്പമുണ്ട് അല്ലേ? രണ്ടാമത്തെ അതിന്റെ സൈഡിൽ നിന്ന് ഒരു കൊല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൊത്തിയതല്ലേ? 2 കൊല ഉണ്ടായിന്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാലിവാഴ, ഇതിന് നമ്മൾ കാലിവാഴ എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു കൊല കൊത്തിയ ശേഷം രണ്ടാമത് നിർത്തി നമ്മൾ സംരക്ഷിച്ച് അതിൻ്റെ മുകളിൽ കൊല കുത്തിയെടുക്കാൻ പറ്റും. അപ്പം കാലിവാഴ എന്ന് പറയും. 1-2 പ്രാവശ്യമൊക്കെ ചെയ്യാം അല്ലേ? ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് രോഗബാധ കൂടും മണ്ണിൽ കൂടുതൽ തന്നെ. അതാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു കൃഷി കഴിഞ്ഞാൽ മൊത്തം പറിച്ച് കളഞ്ഞ ശേഷം ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ വാഴക്കൃഷി ചെയ്യുന്ന കാണുന്ന വെച്ചാൽ ഏത് വാഴയാണേലും സോദരി അല്ലെങ്കിൽ ഞാലിപ്പൂവൻ, പൂവൻ, മറ്റേ റോവസ്റ്റ, ഏത് വാഴയാണേലും ഒരൊറ്റ കൊലയെ കൊത്തത്തുള്ളൂ. ഒരു കൊല കൊത്തിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അതിൻ്റെ ചുവടെല്ലാം പറിച്ച് വേറെ കൂട്ടി പുതിയ ഇതേ വെക്കുള്ളൂ. അത് അവർ വെക്കുന്ന വിത്തൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ, നമ്മളിവിടെ ചാടുന്ന സൈസ് വിത്തേ വെക്കുള്ളൂ. ചെറിയ വിത്ത് എടുത്തിട്ട് അവർ വെക്കുന്നത്. അതങ്ങനെയാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ചേമ്പ് കൃഷിയാണ്. ചേമ്പ്, താള്, അങ്ങനെ പല പേരിൽ അറിയപ്പെടും അല്ലേ? താള്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കല്ല് കൊത്തിയ പണയാണ്. ആ പണയിൽ റബ്ബർ വെച്ചിട്ടുണ്ട്. ആ റബ്ബറിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ചേമ്പ് കൃഷി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വാഴയുണ്ടായിരുന്നു. ഇതിന് റബ്ബറിന് ഇടവിള കൃഷിയായിട്ടാണ് ചേമ്പ്. ഇപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ആ റബ്ബറിന് കുറച്ച് കൂടെ വളർച്ച കൂടുതൽ കിട്ടും. വളപ്രയോഗമൊക്കെ ഇതിനകത്ത് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇടവിള കൃഷിയായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് റബ്ബറിൻ്റെ ഉള്ളിൽ ചേമ്പ് ഇടവിള കൃഷി. കാപ്പിയൊക്കെ ചെയ്യുന്ന സാധനം കണ്ടിട്ടുണ്ട്. അടുത്തത് നമ്മളിപ്പോൾ കുരുമുളക് കൃഷിയാണ് കേട്ടോ. ഇപ്പോൾ തെങ്ങ്, കവുങ്ങുണ്ട്, അതിന് ഇടയ്ക്കാണ് കുരുമുളക് കൃഷി ചെയ്യുന്നത്. ഇതിനകത്ത് ധാരാളം കുരുമുളക് ചെടികളുണ്ട്. എല്ലാത്തിലും ഏകദേശം നല്ല ചരട് പിടുത്തമുണ്ട്, നല്ല മണി പിടിച്ചിട്ടുണ്ട്. ഇത് പന്നിയൂരാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ ഇനം നമ്മൾ കുരുമുളക് ഇനങ്ങളുണ്ട് കൃഷി ചെയ്തിട്ട്? പന്നിയൂരുണ്ട്, കരിമുണ്ടുണ്ട്, മറ്റേ നാടൻപള്ളി. ഈ നാടൻ എന്നൊക്കെ പറയുന്നത് പൂഞ്ഞാറല്ല, അറക്കളം ഇത് ഈ നിൽക്കുന്നത് ഇത് കരിമുണ്ട. അതേപോലെ അപ്പോൾ ഇതൊക്കെയാണ് കണ്ടോ, നല്ലോണം പിടിച്ചിട്ടുണ്ട്, ചരട് പിടിച്ചിട്ടുണ്ട്. ഇതിന് നിങ്ങൾ മരുന്നെടുക്കുന്ന സമയമായില്ല? ഇപ്പോൾ മരുന്ന് ഒരു പ്രാവശ്യം അടിച്ച് അത് എന്നാ അടിച്ചു കൊടുക്കുന്നത്? മറ്റേ ഇതടിച്ച പോടാമസ് അടിച്ചു കൊടുത്തല്ലേ? അത് ഒരു സീസൺ എത്ര പ്രാവശ്യം അടിച്ചു കൊടുക്കണം? 2 പ്രാവശ്യം ഉണ്ടോ? 2 പ്രാവശ്യം അടിക്കണം അല്ലേ?
അത് എന്തിനാ ഈ ബോഡമസ് അടിക്കുന്നതിൻ്റെ ഉദ്ദേശം? ബോഡമസ് ഇത് ഉതിരുന്ന മണി ചരട് പൊഴിഞ്ഞു പോകാതിരിക്കാൻ പോകാണ്ടിരിക്കാനും പിന്നെ രണ്ടാമതടിക്കുന്ന പൊള്ള്. ഈ പൊള്ള് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ പൊള്ളുവണ്ടിൻ്റെ ഉപദ്രവത്തിന് ഏറ്റവും നല്ലത് ഈ ബോഡമസമാണോ? ബോഡമസ് തൈലം മറ്റേ നിമോയിലും കൂടെ കൂട്ടിയിട്ട് വേപ്പെണ്ണ കൂടെ കൂട്ടിയിട്ട് അടിച്ചാൽ. അപ്പോൾ ഈ നമ്മൾ ഈ കൃഷിക്കാർ ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ ഒരു സ്വന്തം കൃഷിയുടെ അനുഭവത്തിൽ കൂടെ പറയുന്ന കാര്യങ്ങളാണിത്. അപ്പം നമ്മൾ ഈ ബോഡമസ് അടിക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് കുറച്ച് വേപ്പെണ്ണ ഇങ്ങനെ കൂട്ടി ചേർത്ത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പൊള്ളുവണ്ടില്ലേ ആ വണ്ടിൻ്റെ ഉപദ്രവം ഉണ്ടാകുകയില്ല. അതാണ് അനുഭവത്തിൽ പറയുന്നത് അല്ലേ? പിന്നെ എങ്ങനെയുണ്ട് മുളകിൻ്റെ ഉൽപ്പാദനമൊക്കെ എങ്ങനെയുണ്ട്? മുളകിൻ്റെ കഴിഞ്ഞ 2 വർഷം കുറവുണ്ടായിരുന്നു ഉൽപ്പാദനം, പക്ഷേ ഈ വർഷം മോശമല്ലാണ്ട് കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഇത്രയും കൃഷി ചെയ്തു, കുരുമുളക്, ഈ തെങ്ങിലൊക്കെ എന്ത് ചെയ്തിട്ട് കൊടുക്കാതെ? തെങ്ങിനത് തെങ്ങിൽ പിന്നെ ഇതെല്ലാം പ്രായം കൂടിയ തെങ്ങല്ലേ, എന്നാലും കിട്ടുന്നുണ്ട്, മോശമില്ലാത്തൊരു വരുമാനം കിട്ടുന്നുണ്ട്. അല്ല, സാധാരണ എല്ലാവരും 1 ഇഞ്ച് സ്ഥലങ്ങളായത് തെങ്ങയിലും കൂടെ നട്ടുപിടിപ്പിക്കാറുണ്ട് സാധാരണ. മറ്റേ കുരുമുളക്. പക്ഷേ കുരുമുളക് പിടിപ്പിച്ചാൽ കയറാൻ വേണ്ടി പറ്റൂല, അങ്ങനത്തെ ഒരു വിഷമമുണ്ടല്ലോ. ഇപ്പം തന്നെ ആടെ ഒരു തെങ്ങിനുണ്ട് പിന്നെ കുരുമുളക് പഠിച്ചിട്ട്, പിന്നെ തീരെ പറിക്കില്ല. അല്ല, എന്നാലും ഞാൻ ചോദിക്കുന്നത്, അതിൻ്റെ മുകളിൽ തേങ്ങ കിട്ടുന്നേക്കാൾ ലാഭം ഈ കുരുമുളക് കിട്ടിയാൽ, ഒരു 2 കിലോ കുരുമുളക് കിട്ടിയാൽ ആ തേങ്ങയേക്കാൾ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് കൃഷികൾ, എല്ലാം സമ്മിശ്ര കൃഷിയാണ്. കുരുമുളകുണ്ട്, വാഴയുണ്ട്, മഞ്ഞളുണ്ട്, ചേമ്പുണ്ട്, കമുങ്ങുണ്ട്. കമുങ്ങ് ഇതിൻ്റെ ഇടക്കൂടെയും കൃഷി ചെയ്തിട്ടുണ്ട്, ഈ തെങ്ങിൻ്റെ ഇടകളുടെ എല്ലാം ഫുള്ള് ഇതിനകത്ത് 1 ഇഞ്ച് സ്ഥലം പോലും വേസ്റ്റാക്കാണ്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പം കണ്ണേട്ട നമ്മുടെ ചാനൽ വന്നിട്ട് ഞങ്ങളുമായിട്ട് ഈ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും കാണിച്ച എല്ലാ സമ്മൻസും ഒത്തിരി നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. അപ്പം പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.